നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിന്ന് വായിച്ചു തുടങ്ങാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വാക്യത്തിൽ നിന്ന് വായിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വചനത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം ഒന്ന് വായിച്ചത്. ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. നമ്മുടെ ഹൃദയം കലങ്ങരുത് എന്ന് അവിടെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു മുഖാന്തരം നമ്മളോട് പറയുക. നമ്മുടെ ഹൃദയം കലങ്ങരുത്. കാരണം നമ്മൾ ചിന്തിച്ചായിരുന്നു, വലിയ വെല്ലുവിളികളുടെ അവസ്ഥയിൽ കൂടെ വരാൻ പോവാണ്. പക്ഷേ നിങ്ങൾ ആമേൻ പതറരുത്, പതറരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ആമേൻ, ഹല്ലേലൂയ. അപ്പം നമ്മൾ ഇന്നലെ വായിച്ചു, കലങ്ങാതിരിക്കാനായിട്ട് നമുക്ക് 14-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 14-13. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. അവിടെ അതിന്റെ 16-ാം വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് തരും. ആമേൻ. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് തരുന്ന എന്തിനാണ്? പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തരുന്നത് എന്തിനാ? നമ്മളെ സകല സത്യത്തിലും വഴി നടത്താനായിട്ട്. അത് നമ്മൾ ഇന്നലെ അവിടെ വായിച്ചാണ് നിർത്തിയത്, അല്ലേ? 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് യോഹന്നാൻ 16-13 പറയുമ്പോൾ, യോഹന്നാൻ 16-13 പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്നു എന്ന് അവിടെ പറയുമ്പോൾ, നമുക്കറിയാം 17-17 പറയുന്നു, നിന്റെ വചനം സത്യമല്ലോ. അപ്പൊ സകല സത്യത്തിലും വഴി നടത്തും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മളെ ദൈവവചന പ്രകാരം നമ്മളെ നടത്തുക. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും വലിയ ജോലി. നമ്മളെ അവന്റെ വചനപ്രകാരം നടത്തുക, വചനപ്രകാരം നടത്തുക. അപ്പൊ നമ്മൾ ഇന്നലെ ചിന്തിച്ചല്ലോ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ ആ 2 വാക്യങ്ങളെ വായിച്ച് നമുക്ക് തുടരാം, അല്ലേ? നമുക്ക് വായിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 14-ാം വാക്യം. യെഹെസ്കേൽ 37-14. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും, ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും, യഹോവയായി ഞാൻ അരുളിച്ചത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവിടെ വചനം വ്യക്തമായി പറയുന്നത്, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. എന്തിനാ? നിങ്ങൾ ജീവിക്കേണ്ടതിന്. നിങ്ങൾ ജീവിക്കേണ്ടത്. എന്നാൽ അതിൻ്റെ 36-ാം അധ്യായത്തിന്റെ 26-ഉം 27 സെയിം പുസ്തകത്തിന്റെ യെഹെസ്കേൽ തന്നെ 36-ാം അധ്യായം 26-ഉം 27. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അപ്പൊ ആത്മാവിനെ തരുന്നത് എന്തിനാണ്? നിങ്ങൾ ജീവിക്കേണ്ടതിന്. ജീവിക്കണം. എന്ത് ചെയ്യണം? കൽപ്പനകളെ പ്രമാണിക്കണം. കൽപ്പനകളെ പ്രമാണിക്കണം. എന്ത് വേണം? നിങ്ങൾക്ക് ജഡപ്രകാരം പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കി എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറായാലുള്ള ഗുണം എന്താണ്? എന്താണ് ഗുണം? വായിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ വായിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും.
അപ്പൊ അവിടെ നിങ്ങൾ ഈ 13 വരെയുള്ള വാക്യങ്ങളെ നിങ്ങൾ തുടർച്ചയായിട്ട് വായിച്ചാൽ 3 മുതൽ 13 വരെയുള്ള 10 വാക്യങ്ങൾ, 10 അല്ല 11 വാക്യങ്ങളിൽ വളരെ ഗംഭീരമായിട്ട് ഒരു ദൈവ പൈതലിന്റെ അനുഗ്രഹം എന്താണെന്ന് വളരെ ഭംഗിയായി പറയുക. പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും, ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടും, വയലിൽ അനുഗ്രഹിക്കപ്പെടും, കന്നുകാലി അനുഗ്രഹിക്കപ്പെടും, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ മാവ് കുഴിക്കും തൊട്ടി അനുഗ്രഹിക്കപ്പെടും, നീ വായ്പ വാങ്ങത്തില്ല, നീ തലയാകും, നീ വാലാകത്തില്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല, നീ വായ്പ വാങ്ങത്തില്ല, ആമേൻ, നിനക്ക് തക്ക സമയത്ത് മഴ തരും, നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നിന്റെ കളപ്പുര നിറഞ്ഞു കവിയും. ഇതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുക. പക്ഷേ അതിനെന്താണ് കണ്ടീഷൻ? എൻ്റെ കൽപ്പനകളൊക്കെ പ്രമാണിച്ച് നടന്നാൽ. അപ്പൊ ഇതെല്ലാം പ്രമാണിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള കഴിവില്ലല്ലോ. അവിടെയാണ് എഹെസ്കേൽ 36 26 27 അർത്ഥവത്താകുന്നത്. ആത്മാവ് എൻ്റെ അകത്ത് വന്നിട്ട് എന്ത് ചെയ്യും? അവന്റെ ചട്ടങ്ങളിൽ എന്നെ നടക്കുമാറാക്കും. കഴിഞ്ഞു. അവന്റെ ചട്ടങ്ങളിൽ എന്നെ നടക്കുമാറാക്കുന്നതോടുകൂടി ഇനി എനിക്ക് ദൈവത്തിന്റെ ചട്ടങ്ങളിൽ പ്രമാണങ്ങളിൽ നടക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു തലവേദനയല്ല. ഞാൻ അങ്ങനെ നടക്കും, ഞാൻ അങ്ങനെ ആയിത്തീരും. എന്തുകൊണ്ടാണെന്നറിയാമോ? വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. 2 കൊരിന്ത്യർ 3:17. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവിലെടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, മീനിന് വെള്ളമില്ലാത്തടത്ത് സ്വാതന്ത്ര്യമുണ്ടോ? ഉണ്ടോ? വെള്ളത്തിൽ നിന്ന് നമ്മളെ മീനിനെ പിടിച്ച് വെള്ളത്തിൽ നിന്ന് എടുത്ത് ഒരു സ്വർണം കൊണ്ടുള്ള നല്ലൊരു പെട്ടി ഉണ്ടാക്കി അതിനകത്ത് കിട്ടും. കിടക്കുന്നത് സ്വർണം കൊണ്ടുള്ള പെട്ടിക്കകത്ത. പക്ഷേ ആ മീനിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്വതന്ത്രമായി ചലിക്കാൻ പറ്റത്തില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് ഓക്സിജൻ ഇല്ലാത്തടത്ത് സ്വതന്ത്രമായിട്ട് ചലിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോ എന്താണെന്നറിയാമോ? ആത്മാവുള്ളിടത്ത് ന്യായപ്രമാണം എനിക്കൊരു തലവേദനയല്ല. ഞാൻ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഇങ്ങനെ എനിക്ക് എങ്ങനെയും മറ്റുള്ളവരോട് ക്ഷമിക്കണം, എനിക്ക് എങ്ങനെയും മറ്റുള്ളവരെ സ്നേഹിക്കണം, എനിക്ക് എങ്ങനെയും വിശുദ്ധി ജീവിക്കണം, എങ്ങനെയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കണം. അയ്യോ കർത്താവേ എന്നെ സഹായിക്കണമേ, ഞാൻ എവിടെയെങ്കിലും പോയി ആളുകൾ എൻ്റെ തലയിൽ കൈവച്ചു എന്ന് പ്രാർത്ഥിച്ച് എനിക്കൊരു ബ്രേക്ക് ത്രൂ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആത്മാവുള്ളിടത്ത് സ്നേഹിക്കുന്നതിൽ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഫ്രീയാ. ആത്മാവുള്ളിടത്ത് ആമേൻ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഫ്രീയാ. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആമേൻ. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ തരുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ആമേൻ. സമ്മർദ്ദമില്ലാത്ത, എഫേർട്ടില്ലാത്ത ക്രിസ്ത്യൻ ലൈഫ്. നമ്മൾ ഫ്രീയാ, നമ്മൾ പക്ക ഫ്രീയാ. ഒരു ടെൻഷനും ഇല്ല നമ്മുടെ മനസ്സിൽ. ഇന്ന് 8 മണിക്കൂർ അന്യഭാഷയിൽ ആരാധിച്ചോ? ഐ ആം ഹാപ്പി. ഇന്ന് ജോലി തിരക്കും വീട്ടിലെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം നോക്കേണ്ടത് കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ല. നോ പ്രോബ്ലം. കാരണം എന്താ? എനിക്കറിയാം എന്നെ നിർത്തുന്നത് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ കണ്ണുനീരും അല്ല. എന്നെ നിർത്തുന്നത്, ഹല്ലേലൂയ, ആമേൻ, എന്നിൽ വസിക്കുന്ന ആത്മാവാ. എന്നിൽ വസിക്കുന്ന ആത്മാവാ. എന്നിൽ വസിക്കുന്ന ആത്മാവാ. ഈ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുമ്പോ പിശാച് ഇളകിപ്പോകും, രോഗസൗഖ്യം ഇതെല്ലാം ഉണ്ടെന്നേ. പക്ഷെ ആത്മാവുള്ളിടത്ത് ഭയങ്കര ഫ്രീഡമാണ്. നമ്മളിങ്ങനെ കൂളായിട്ട് പാപം ചെയ്യാതെ നടക്കും. പാപം ചെയ്യാതിരിക്കാനായിട്ട് ഒരു സ്ട്രെസ്സും ഇല്ല നമുക്ക്. പക്ഷെ ആത്മാവില്ലാത്തടത്ത് ഇതെല്ലാം ഭയങ്കര തലവേദനയാണ്. അയ്യോ, പ്രാർത്ഥിക്കണമെങ്കിൽ എൻ്റെ കർത്താവ് ഇങ്ങനെ സ്തുതിച്ച് ആരാധിച്ച് ഒരു വർഷിപ്പൊക്കെ കഴിഞ്ഞ് നല്ലപോലെ ഇളകി മറിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞ് ഇങ്ങനെ പതുക്കെ ദൈവസാന്നിധ്യം ഇറങ്ങും. അത് കഴിഞ്ഞേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ.
പക്ഷെ ആത്മാവുള്ളിടത്തുണ്ടല്ലോ, ആ കണ്ണടയ്ക്കുമ്പോൾ തന്നെ, കണ്ണടയ്ക്കേണ്ട കാര്യമില്ല, ചുമ്മാ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ഹോളി സ്പിരിറ്റ് താങ്ക് യു ഡാഡി, യു ആർ സോ ഗ്രേറ്റ്. ഈ ഒരു ബന്ധത്തിലേക്ക് നമ്മളായിത്തീരും. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. Where there is a spirit of the Lord, there is freedom. അത് എഫേർട്ട് അല്ല കേട്ടോ, ഫ്രീ ആയിട്ട്, വളരെ കൂളായിട്ട്, ഒരു സമ്മർദ്ദവുമില്ലാതെ നമ്മൾ ആമേൻ ഇങ്ങനെ സ്മൂത്തായിട്ട് കർത്താവിലേക്ക് നടന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, വണ്ടി ഓടിക്കുന്ന എത്ര പേര് ഇരിപ്പുണ്ട്? ഡ്രൈവ് ചെയ്യുന്നവർ. ഓക്കെ, ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ കഴിവാണോ, നിങ്ങളുടെ മനസ്സിന്റെ ഒരു കപ്പാസിറ്റി ആണോ? അതെ, നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണ്. നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത്, ഇനിയിപ്പം നിങ്ങൾ ആരും ഇങ്ങനത്തെ ഞാൻ പറയുന്ന അബദ്ധം കാണിച്ചു കളയരുത് കേട്ടോ. നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ബ്രേക്ക് ചവിട്ടേണ്ടി വന്നു, ഉടനെ നിങ്ങൾ വിചാരിക്കുക ക്ലച്ച് സെൻട്രലാണോ, റൈറ്റ് ആണോ, ലെഫ്റ്റ് ആണോ, അയ്യോ ഓക്കെ റൈറ്റ് ആണെന്ന് തോന്നുന്നു, ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒന്ന് ചിന്തിച്ച. പക്ഷേ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പം അടുത്തിരിക്കുന്ന കുഞ്ഞിനോട് വർത്താനം പറയും, അപ്പുറത്തെ വണ്ടിയിലേക്കൊന്ന് നോക്കും, റോഡ് നിങ്ങൾ ശ്രദ്ധിക്കും, ഇതിനിടയ്ക്ക് നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കും, നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാമോ ചിന്തകളുണ്ട്. പക്ഷേ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? കൂളായിട്ട് ക്ലച്ച് കൊടുക്കുന്നു, ബ്രേക്ക് ചെയ്യുന്നു, വണ്ടി സ്റ്റിയറിംഗ് ഇരിക്കുന്നു, ഗിയർ ചേഞ്ച് ചെയ്യുന്നു, വണ്ടി ഓടുന്നു, ഇങ്ങനെ പോയി അതിനിടയ്ക്ക് AC കുറയ്ക്കുന്നു, എന്തെല്ലാമോ, അതിനെ കണ്ണാടി പൊസിഷൻ മാറിയിരുന്നു ഉടനെ അത് നേരെയാക്കുന്നു, വണ്ടി ഓടിക്കുന്നിടയ്ക്ക് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. കാരണം എന്നറിയാമോ? നിങ്ങൾക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ശരീരത്തിലല്ല, നിങ്ങളുടെ ഡ്രൈവർ നിങ്ങളുടെ മനസ്സിനകത്ത്, നിങ്ങളുടെ ഉള്ളിൽ ഡ്രൈവർ ഇരിക്കുന്നതുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ ഈസിയാ. ഇത് തന്നെയാണ് ആത്മാവ്, ന്യായപ്രമാണത്തിന്റെ അധിപനായ ആത്മാവ് നിങ്ങളുടെ അകത്തിരിക്കുന്നതുകൊണ്ട് ആത്മാവിന്റെ ചട്ടങ്ങളിൽ നടക്കുന്നത് നിങ്ങൾക്കൊരു വിഷമുള്ള കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാരം, അയ്യോ ഞാനത് എങ്ങനെ, ഇല്ലെന്നേ, ഒരു ഭാരവും വേണ്ട, നിങ്ങൾ കൂളായിട്ട്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 6:17 ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 6:17. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകയാത്മാവാകുന്നു. അപ്പൊ കർത്താവിനോട് പറ്റിച്ചേരുന്ന ആൾ ആരാണ്? അവനുമായിട്ട് ഏകാത്മാവ്, വൺ സ്പിരിറ്റ് വിത്ത് ഹിം. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ. ആമേൻ. ഈ പറ്റിച്ചേരുക എന്നുള്ള വാക്ക് വേറെ എവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അല്ലേ? വായിക്കാം, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൽ അത് പറഞ്ഞാണ്. അവിടുന്ന് തുടങ്ങാം നമുക്ക്. 24-ാം വാക്യം, 2:24. ഉൽപ്പത്തി 2:24. അതുകൊണ്ട് പുരുഷൻ അപ്പനെ അമ്മയും വിട്ടുപിരിഞ്ഞു ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. അപ്പൊ അവിടെ പറയുന്നത് അവർ ഒരു ദേഹമായി തീരും. ആകയാൽ വചനം പറയുന്നത്, ആകയാൽ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഒരു ദേഹമായി തീരും. എഫേസ്യ ലേഖനം 5:31. എഫേഷ്യൻസ് 5:31. എഫേഷ്യൻസ് 5:31. അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെ അമ്മയും വിട്ടു ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അപ്പൊ ഇവിടെ പറയുന്നത് ഇരുവരും ഒരു ദേഹമായി തീരും. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആകയാൽ ഒരു മകൻ ചേട്ടനെ അനിയനെ വിട്ടേച്ച് അപ്പനോട് പറ്റിച്ചേരും, അമ്മയോട് പറ്റിച്ചേരും, അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ വിട്ടേച്ച്
അനിയൻ ചേട്ടനോട് പറ്റിച്ചേരും. ഇതൊന്നുമല്ല, ഭാര്യ ഭർത്താവിനോട് പറ്റിച്ചേരും. എന്താ എഴുതിയിരിക്കുന്നത്? അതായത് അവിടെ പറയുന്ന ഒരു കാര്യം, രണ്ട് പശ്ചാത്തലത്തിൽ വളർന്നു വന്ന രണ്ട് വ്യക്തികൾ, രണ്ട് സ്ഥലത്ത് ജനിച്ചു വളർത്തപ്പെട്ടവർ, അവര് പറ്റിച്ചേരുന്നു. എങ്ങനെയാ പറ്റിച്ചേരുന്നത്? നിങ്ങൾക്കറിയാം, വിവാഹത്തിന് മുമ്പ് പണ്ട്, ഇന്നതെല്ലാം മാറി, പണ്ടൊരു കാര്യമുണ്ട്, മനസമ്മതം. ചുമ്മാ ചടങ്ങാ അല്ലേ? ഒന്ന് അവര് അവിടെ വന്ന് അന്ന് എൻഗേജ്മെന്റിനൊക്കെ നമ്മുടെ പള്ളികളിൽ നമുക്ക് അതിന് രജിസ്റ്റർ ഉണ്ട്, അതിൽ ഒപ്പിടിക്കും. മണവാളനെയും ഈ വിവാഹം നിശ്ചയിക്കപ്പെട്ട പെണ്ണിനെയും വിവാഹം നിശ്ചയിക്കപ്പെട്ട പുരുഷനെയും അവരുടെ സാക്ഷികളൊക്കെ നിർത്തി ഒപ്പിടിക്കും. മനസ്സമ്മതം, എൻഗേജ്മെന്റ് പള്ളി വെച്ചാണ് നടത്തുന്നത്. അപ്പോ അവിടെ എന്താണ് അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നത്? എങ്ങനെയാ? മനസ്സുകൊണ്ട് തീരുമാനിക്കുക, മനസ്സുകൊണ്ട്, മൈൻഡ്. അപ്പൊ അവര് പറ്റിച്ചേരുന്നത് എങ്ങനെയാ? ശാരീരികമായുള്ള പറ്റിച്ചേരല്ല, മനസ്സുകൊണ്ടുള്ള പറ്റിച്ചേരും. മനസ്സുകൊണ്ട് രണ്ടുപേരും അംഗീകരിച്ചു. അതാണ് വിവാഹ സമയത്ത് ചോദിക്കുന്നത്, ഈ വ്യക്തിയെ നീ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതം. അപ്പറേ ചോദിക്കും, സമ്മതമാണോ? സമ്മതം. ആ സമ്മതത്തിലൂടെയാണ് പറ്റിച്ചേരുന്നത്. അപ്പോൾ അവര് പറ്റിച്ചേരുമ്പോൾ ഒരു ദേഹമായി തീരും. വൺ ബോഡി. പക്ഷെ ഇവിടെ പറയുകയാണ്, കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം 6:17 പറയുന്ന, കർത്താവിനോട് പറ്റിച്ചേരും, അവനുമായി ഏക ആത്മാവ്. വൺ സ്പിരിറ്റ് വിത്ത് ഹിം. ഹല്ലേലൂയ. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ആമേൻ. ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് പറ്റിച്ചേരുമ്പോൾ, ഭാര്യ ഭർത്താവ് എന്ന ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അവരെ ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന കുടുംബം എന്ന് പറയുന്ന ഒരു ഘടനയെ നിലനിർത്താനായിട്ട് അവർ ഒരുമിക്കുക. എന്നാൽ എപ്പോഴാണോ ഒരുവൻ കർത്താവിനോട് പറ്റിച്ചേരുന്നത്, അപ്പോൾ ഇവിടെ ലോകം വെച്ചിരിക്കുന്ന വ്യവസ്ഥയെ ബ്രേക്ക് ചെയ്യാനായിട്ട് അവൻ ദൈവത്തോട് പറ്റിച്ചേരുക. ആമേൻ. ആ പറ്റിച്ചേരുക എന്ന് പറയുന്നതിനെ കുറിച്ച് ഇവിടെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ അതിന്റെ 32-33 വാക്യങ്ങൾ വായിക്കാം. 32-33 വാക്യം. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. അപ്പൊ ഇവിടെ വചനം വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ഈ മർമ്മം ആരെ കുറിച്ചാ പറയുന്നത്? ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചുള്ള കാര്യം. ഇത് ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചുള്ള കാര്യമാണിത്. ഇത് ഭാര്യ ഭർത്തൃ ജീവിത ബന്ധത്തെ കുറിച്ച് പറയാനായിട്ട് എഴുതി വെച്ച കാര്യമല്ല. ഇത് ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറയുക. ക്രിസ്തുവിനെയും സഭയെയും. ആമേൻ. ഹല്ലേലൂയ. അപ്പോഴവിടെ ആത്മാവിലൂടെ സംഭവിച്ച കാര്യം എന്ന് പറയും, ആത്മാവ് വന്നപ്പോൾ ഫ്രീഡം. എവിടെയാണോ കർത്താവിന്റെ ആത്മാവുള്ളത്, അവിടെ എന്തുണ്ട്? സ്വാതന്ത്ര്യം. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് എന്തുണ്ട്? ഫ്രീഡം, സ്വാതന്ത്ര്യം. അത് പറയാനായിട്ട് നമ്മൾ ഈ വഴിയൊക്കെ പോയത്. അപ്പോഴ് ആത്മാവ് ഒരുവന്റെ അകത്ത് വന്നു കഴിയുമ്പോൾ അവൻ വചനമനുസരിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ സമ്മർദ്ദങ്ങളോടെ അല്ല, സ്വാതന്ത്ര്യത്തോടെ അതിൽ അവൻ നിൽക്കാൻ തുടങ്ങും. അവന് ഒരു എന്താ പറയുന്നത്, ഒരു സ്ട്രെസ്സുമില്ല. വളരെ പീസ്ഫുൾ ആയിട്ട് അതിനകത്ത് അവനിങ്ങനെ ഒഴുകി നടക്കാൻ തുടങ്ങും. അതെന്തുകൊണ്ടാണെന്നറിയാവോ? ആത്മാവിലായതുകൊണ്ട്. ആമേൻ. എങ്ങനെ ആയതുകൊണ്ടാ? ആത്മാവിലായതുകൊണ്ട്. എങ്ങനെയാണ് ആത്മാവിലാകുന്നത്? എങ്ങനെയാണ് ഒരു വ്യക്തി ആത്മാവിലാകുന്നത്? അതൊരു വലിയ കാര്യമാണ്.
ഒരു വ്യക്തി ആത്മാവിലാകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആത്മാവിലാകുക എന്ന് നമ്മൾ സഭകളിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. എല്ലാവരും കൈകളടിച്ച് ആത്മാവിലാകാം, എല്ലാവരും സ്തോത്രം ചെയ്ത് ആത്മാവിലാകാം. ഈ ആത്മാവിലാകാനായിട്ട് കൈയടിക്കുക, അതൊരു ആരാധനയുടെ അന്തരീക്ഷത്തിൽ നമ്മൾ കരമടിക്കുന്നു. ആരാധനയുടെ അന്തരീക്ഷത്തിൽ നമ്മൾ പാട്ടുപാടുന്നു. ആരാധനയുടെ അന്തരീക്ഷത്തിൽ കോർപ്പറേറ്റ് വർഷിപ്പിന്റെ സമയത്ത് നമ്മളെല്ലാം സംഭവിക്കും. പക്ഷേ ആത്മാവിലാവുക എന്ന് പറയുന്നത് കരമടിക്കുന്ന ചില കാര്യങ്ങളിൽ ഒതുങ്ങിത്തീരുന്നതല്ല. ആത്മാവിലാകുക എന്ന് പറയുന്നത്, ആത്മാവിലാകുക എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബോധ്യം, ഹല്ലേലൂയ, ഒരുവൻ ആത്മാവിലാകുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ അയാൾ വലിയ ചൂടിലാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? അയാൾ വലിയ ചൂടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചൂട് പ്രകടിപ്പിക്കുമ്പോഴാണ്, ദേഷ്യം കാണിക്കുമ്പോഴാണ്. ഒരാൾ വലിയ സങ്കടം പ്രകടിപ്പിക്കുമ്പോഴാണ് സങ്കടത്തിലാന്ന് പറഞ്ഞല്ലേ. ഇല്ലെങ്കിൽ ആരും പറയത്തില്ല അയാൾ വലിയ ദേഷ്യത്തിലാണ്, സങ്കടത്തിൽ, ആരും പറയത്തില്ല. അയാൾ വലിയ സന്തോഷത്തിലാണ്. അപ്പൊ ഈ പ്രകടിപ്പിക്കുക, അപ്പൊ അതായത് എന്തിനെയാണ് ആത്മാവിലാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അകത്തും പുറത്തും ഒരുപോലെ ആത്മാവിന്റെ പ്രതികരണം നടക്കുന്നതിനാണ് ആത്മാവിലാകുക എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഉള്ളിൽ ഞാൻ പ്രാപിച്ച ദൈവകൃപയുടെ എക്സ്പ്രഷൻ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന സ്ഥലത്താണ് ആത്മാവിലാവുക എന്ന് പറയുന്നത് അത് മീനിങ് ഫുൾ ആകുന്നത്. അപ്പൊ ഈ ഒരുവൻ ആത്മാവിലായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കാര്യമാണ് ഫ്രീഡം. ഹല്ലേലൂയ. അവിടെ ഉണ്ടാകുന്ന കാര്യമാണ് എന്ത്? സ്വാതന്ത്ര്യം. ആത്മാവുള്ളിടത്ത് വരുന്നതാണ് സ്വാതന്ത്ര്യം. നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 36 അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 3-ാം വാക്യം. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. അടുത്ത വാക്യം കൂടെ വായിക്കാം. അതുകൊണ്ട് യോസഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. ഓക്കെ ബ്രദർ, ആ 2, 3, 4 കൂടെ വായിക്കാമോ? യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമിനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെയുണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പൊ ഈ വാക്യത്തിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത് തമ്മിൽ എന്താണ് ബന്ധം? ആത്മാവിലായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റം കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഈ യോസഫിന്റെ ജീവിതമായിട്ട് എന്താണ് ബന്ധം? അങ്ങോട്ടാണ് നമ്മൾ വരുന്നത്. അതായത് അവിടെ നിങ്ങൾ വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യോസഫ് ആയിരിക്കുന്നത് അടിമത്വത്തിലാണ്, അല്ലേ? അപ്പനില്ല, അമ്മയില്ല കൂടെ, സഹോദരങ്ങൾ ദേഷ്യത്തോടെ വിറ്റുകളഞ്ഞു. ഈ ഒരു സമയത്ത് യോസഫ് എന്താണ് ചെയ്യേണ്ടത്? കരയണം. യോസഫ് എന്താണ് ചെയ്യേണ്ടത്? നിലവിളിക്കണം. യോസഫ് എന്താണ് ചെയ്യേണ്ടത്? തന്നെ ശപിക്കണം. എന്നാൽ യോസഫ് ഒരു കാര്യം ചെയ്തു. അവനായിരിക്കേണ്ട യഥാർത്ഥ സാഹചര്യത്തിൽ നിന്ന് സ്വതന്ത്രനായി, ദുഃഖത്തിൽ നിന്ന് സ്വതന്ത്രനായി. എന്നിട്ട് അവൻ ഒരു കാര്യം മനസ്സിലായി, തൻ്റെ കൂടെ യഹോവയുണ്ടെന്ന് യജമാനൻ അറിഞ്ഞെന്നുള്ളതിന്റെ അറിവോടുകൂടെ ഇവന്റെ അകത്തും ആ ബോധ്യമുണ്ട്. യജമാനൻ അറിയാൻ കാരണം ഇവൻ ആ ബോധ്യമുള്ളതുകൊണ്ടാണ്. ഇവന്റെ കൂടെ ദൈവം ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ യോസഫ് നിൽക്കാൻ തുടങ്ങിയപ്പോൾ യജമാനനത് അറിയാൻ തുടങ്ങിയപ്പോൾ അവന്റെ ചുറ്റുപാടുകൾ മാറാൻ തുടങ്ങി. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ആത്മാവിൽ നിങ്ങളാകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ആളുകൾ നിങ്ങളെ പഴിക്കും, ആളുകൾ നിങ്ങളെ കുറ്റം പറയും, ആളുകൾ നിങ്ങളെ ഒറ്റപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിന് വിരോധമായിട്ട് അവർ എല്ലാ തന്ത്രങ്ങളും മനയും. നിങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, അത് നിങ്ങളെ തൊടാതെ വണ്ണം നിങ്ങൾ ചിരിച്ചോണ്ട് അതിൽ നടക്കും. സ്വാതന്ത്ര്യം.
ആത്മാവുള്ളിടത്ത് ഒരു ബന്ധനവും നിങ്ങളെ തൊടത്തില്ല. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുക. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ആമേൻ, നിങ്ങൾ എല്ലാവരും കുറ്റം വിധിക്കപ്പെട്ടിരിക്കുക. ജോലി സ്ഥലത്ത് നിങ്ങൾ എല്ലാവരും കൂടെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുക. പക്ഷെ നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം. എന്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്നറിയാമോ? ആ ഒറ്റപ്പെട്ട സ്പിരിറ്റിൽ നിന്ന്, ആ അവിടുത്തെ കുറ്റബോധത്തിൽ നിന്ന്, അവിടെ ആളുകൾ പറയുന്ന അപവാദത്തിൽ നിങ്ങൾ ഫ്രീ ആകുമ്പോൾ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴാണോ ആമേൻ നിങ്ങളുടെ ചുറ്റുപാടും നിൽക്കുന്നവർ നിങ്ങളുടെ നന്മയ്ക്ക് വിരുദ്ധമായിട്ട് ഒടുക്കുന്ന കെണിയിൽ പെടാതിരിക്കുന്നത്, ഹല്ലേലൂയ, അവിടെയാണ് നിങ്ങളുടെ പ്രമോഷൻ തുടങ്ങുന്നത്. യോസഫ് ആ പോത്തിഫറിന്റെ ആ വീട്ടിന്റെ അടിമത്വത്തിന്റെ ആ ടേസ്റ്റ് മനസ്സിലാക്കി അവിടെ നിലവിളിക്കുന്നതിന് പകരമായി കർത്താവിൽ അവൻ സന്തോഷമായി കൃതാർത്ഥനായിട്ട് അവൻ ഇരുന്നപ്പോ അവന്റെ ജീവിതത്തിനകത്ത് പോത്തിഫറിന്റെ വീടിനെ പോലെ വാഴുന്ന നിലയിലേക്ക് അവനെ മാറ്റി. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങളുടെ ഹല്ലേലൂയ, നിങ്ങൾ ആരാൽ ഹല്ലേലൂയ നിങ്ങൾ തളയ്ക്കപ്പെട്ടിട്ടുണ്ടോ? ആരാണോ നിങ്ങളെ പിടിച്ചു വെച്ചത്, കുറ്റം പറഞ്ഞത്, നിങ്ങളുടെ അപവാദം പറഞ്ഞത്, നിങ്ങളെ പരിഹസിച്ചത്, എന്തിനു വേണ്ടി എന്നറിയാമോ? അവർക്കൊരു പ്ലാൻ ഉണ്ട്. അതിനകത്ത് നിന്നെ ഒതുക്കാനായിട്ട് അവർ നിന്നെ കുറ്റം പറയുന്നത്. അതിനെതിരെ നീ മിണ്ടുമ്പോ, അതിനെതിരെ നീ പ്രതികരിക്കുമ്പോ, അതിനെതിരെ നീ ഹല്ലേലൂയ വർത്താനം പറയാൻ പോകുമ്പോ നീ അവരുടെ ലെവലിലേക്ക് ഒതുങ്ങിപ്പോകും. എന്നാൽ ആ സാഹചര്യത്തിൽ നീ സ്വസ്ഥമായിട്ടിരിക്കുമ്പോ ആമേൻ, നിന്നെ വിറ്റ സഹോദരന്മാരുടെ മേലിൽ നിന്നെ അധികാരിയാക്കി മാറ്റും. നിന്നെ കുറ്റം പറഞ്ഞ ഹല്ലേലൂയ ഈ പോത്തിഫറിന്റെ ഭവനത്തിലെ ആളുകൾ നിന്നെ കുറ്റം പറഞ്ഞു, അവരുടെ മേൽ നിന്നെ അധികാരിയാക്കി മാറ്റും. മറന്നുപോയ ആളുകളുടെ മുമ്പിൽ നിന്നെ അധികാരിയാക്കി മാറ്റും. എന്താ ചെയ്യണമെന്നറിയാം? ആത്മാവിൽ ഫ്രീഡം ആസ്വദിക്കാൻ തുടങ്ങണം. ആത്മാവിൽ ഫ്രീഡം ആസ്വദിക്കാൻ തുടങ്ങണം. ഇന്ന് രാത്രിയിൽ ഈ പറയുന്നൊരു ദൂത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആമേൻ. നിങ്ങളെ കെട്ടിയിടാനായിട്ട് ചിലർക്കൊരു പദ്ധതിയുണ്ട്. അവർ നിന്റെ കുറ്റം പറയും. അതിന് വിരോധമായിട്ട് ഹല്ലേലൂയ ആമേൻ നിന്നെ ചില സമയത്ത് ഒത്തിരി പുകഴ്ത്തി പറഞ്ഞ് നിന്നെ അടിമയാക്കും. ഒരുപക്ഷെ കുറ്റം പറഞ്ഞ് നിന്നെ ശപിച്ച് നിന്നെ കരയിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കും. നിന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ നീ പറയണം, ഈ കെട്ടിനകത്ത് കടക്കാൻ വിളിക്കപ്പെട്ടവനല്ല ഞാൻ. ആത്മാവിലുള്ള എനിക്ക് ഫ്രീഡം ഉണ്ട്. രോഗത്തിന്റെ അവസ്ഥയിൽ നീ ആയിരിക്കുമോ? രോഗത്തെ കുറിച്ച് ചിന്തിച്ച് കിടക്കാനായിട്ടല്ല, ആ രോഗമായിരിക്കുന്ന അവസ്ഥയിലും ആരോഗ്യമുള്ളവന്റെ അനുഭവത്തിൽ ആത്മാവുള്ള സ്ഥലത്ത് ഫ്രീഡം. മനസ്സുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഈ ദിവസങ്ങളിൽ നേടിയെടുക്കട്ടെ. മനസ്സുകൊണ്ട് ആമേൻ ആ പൈശാചിക തന്ത്രത്തിൽ നിന്ന് പുറത്തു വരട്ടെ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇവിടെ ചിന്തിച്ചു നോക്കിക്കേ. യോസഫിനെ സഹോദരങ്ങൾ എല്ലാവരും കൂടെ വിറ്റ് കളഞ്ഞതാ കേട്ടോ. പോത്തിഫറിന്റെ ഭാര്യ യോസഫിനെതിരെ നുണ പറഞ്ഞതാ. പക്ഷെ യോസഫ് അതിനകത്തൊന്നും ആമേൻ ഹല്ലേലൂയ ആ കെട്ടിനകത്തൊന്നും കിടക്കാൻ യോസഫ് തയ്യാറായില്ല. ഞാൻ പറയാം, നിങ്ങളെ കുരുക്കാനായിട്ട് ഒത്തിരി ആമേൻ എന്താ പറയുന്നത്, ഈ എലിയൊക്കെ പിടിക്കാൻ കെണി വെക്കത്തില്ല, അത് പറഞ്ഞാൽ കെണി വെക്കും. പക്ഷേ നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകണം, ഈ കെണിയിലൊന്നും പെടാൻ ഞാൻ തയ്യാറല്ല. ആ കെണിയിൽ പെടാതിരുന്നാൽ നീ അവരുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നടക്കാനുള്ള വ്യക്തിയല്ല. നീ അവരുടെ മുമ്പിൽ വഴക്കുണ്ടാക്കാനുള്ള വ്യക്തിയല്ല. നീ അവരുടെ മുമ്പിൽ നിലവിളിക്കാനുള്ള വ്യക്തിയല്ല. നീ അവരുടെ മുമ്പിൽ ആമേൻ ഹല്ലേലൂയ നിരാശപ്പെടാനുള്ള വ്യക്തിയല്ല. നീ അവരുടെ മുമ്പിൽ ആമേൻ ഹല്ലേലൂയ ഒരു ജഡത്തിന് സ്വഭാവം വെളിപ്പെടുത്താനുള്ള വ്യക്തിയല്ല. നീ ഹല്ലേലൂയ ആത്മാവുള്ള സ്ഥലത്ത് ഫ്രീഡം, കംപ്ലീറ്റ് ഫ്രീഡം. ആ ഫ്രീഡം നിന്നിൽ ഒഴുകുമ്പോൾ, ആ ഫ്രീഡം നിന്നിൽ വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ അവിടെ ആമേൻ ഹല്ലേലൂയ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ക്രിസ്തു വെളിപ്പെടും. നിന്നിൽ ക്രിസ്തു വെളിപ്പെടും. നിന്നെ കാണുന്നവർ പറയും, ഇവൻ്റെ അകത്ത് ക്രിസ്തുവാ. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ചില കെണികൾക്കകത്ത് പെട്ടിരിക്കുന്ന ചിലരോട് ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങളെ ആമേൻ വെറുതെ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്ത്, വെറുതെ നിങ്ങളെ കുറ്റം പറഞ്ഞു, വെറുതെ നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞ് നിങ്ങളെ തളർത്തി ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവമക്കൾ ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, ഈ കെണിക്കകത്ത് ഞാൻ കുരുങ്ങത്തില്ല. എന്നെക്കുറിച്ച് എൻ്റെ കർത്താവിനൊരു പദ്ധതിയുണ്ട്. അതിലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി എത്ര പേര് ഹല്ലേലൂയ ആ കുരുക്കുകളെ പൊട്ടിക്കാൻ റെഡിയുണ്ട്. പിശാച് ആമേൻ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഇച്ചിരി സ്ട്രെസ് കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാമോ? നീ അവിടെ ഒതുങ്ങിപ്പോകാനായിട്ടാ. ആമേൻ നിനക്ക് ചെറിയ രോഗം കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാമോ? നീ അവിടെ ഒതുങ്ങിപ്പോകാനായിട്ടാ. നിനക്ക് സാമ്പത്തികമായിട്ട് ചെറിയ ചലഞ്ച് കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാമോ? നീ അവിടെ ഒതുങ്ങിപ്പോകാനായിട്ടാ. നിന്റെ ജോലി സ്ഥലത്ത് നിന്റെ ശുശ്രൂഷയിൽ ചെറിയ വെല്ലുവിളികളെ കൊണ്ടുവന്ന് എന്തിനാ? നീ അവിടെ ഒതുങ്ങിപ്പോകാനായിട്ടാ. നിന്റെ മനസ്സിൽ എന്ന് പറ, നീ ആത്മാവിലടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈ കെട്ടിനകത്ത് കിടക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയല്ല. നീ ഫ്രീ ആകട്ടെ. മനസ്സുകൊണ്ട് ഫ്രീ ആകട്ടെ. ചിന്തകൾ കൊണ്ട് ഫ്രീ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആകട്ടെ.
ഹല്ലേലൂയ. ആമേൻ. ഇനി എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷനൊക്കെ അകത്തുനിന്ന് മാറട്ടെ, ധൈര്യം അകത്ത് വരട്ടെ, പ്രത്യാശ അകത്ത് വരട്ടെ. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ആ യോസഫിനെ ആ ദേശത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേക പദവി ഉണ്ടാക്കി അവനെ അവിടെ കയറ്റിയിരുത്തി. ആമേൻ. ഞാൻ പറയാം, നിങ്ങളെ ചിലതിനകത്ത് കുരുക്കാൻ പിശാചിന് പ്ലാനുണ്ട്. അതാ ചില വിഷയങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ കൊണ്ടുവന്നിരുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യും, നിങ്ങളുടെ ആത്മീയ കാര്യത്തെ ചോദ്യം ചെയ്യും, നിങ്ങളുടെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യും, ചിലപ്പോൾ നിങ്ങളുടെ വിശുദ്ധിയെ ചോദ്യം ചെയ്യും. നീ മോശമായത് നീ ചെയ്തിട്ടേ ഇല്ല, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയും. പക്ഷെ അതിൻ്റെ നടുവിൽ ആ കുരുക്കിനകത്ത് വീഴരുത്. ആത്മാവുള്ളടത്ത് ഫ്രീഡമാ, ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ആ കുരുക്കിൽ വീഴാതെ നിങ്ങൾ നിന്നിട്ട് പറയണമില്ല, ആമേൻ, എന്നെ ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അടിമ നുഖത്തിൽ കുടുങ്ങി പോകരുത്. ആമേൻ. അവർ കുരുക്കാനായിട്ട് പല തന്ത്രങ്ങളുമായിട്ട് വരും. കുരുങ്ങി പോകരുത്. ആത്മാവുള്ളടത്ത് ഫ്രീഡം ഉണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ ഫ്രീഡം, ആ ആത്മാവുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ എവിടെയാണോ കെട്ടപ്പെട്ടതുപോലെ കിടക്കുന്നത് അവിടുന്ന് പുറത്തു പോവാം. ആ മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു വരാം. നിങ്ങളെ പ്രയാസപ്പെടുത്തിയവരെ വിട്ടുകളാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ചില സ്ഥലത്ത് ചോദ്യം ചെയ്ത്, നിങ്ങളുടെ അഭിഷേകത്തെ, നിങ്ങളുടെ ശുശ്രൂഷയെ, നിങ്ങളുടെ ദൈവകൃപയെ ചോദ്യം ചെയ്ത് നിങ്ങളെ തളർത്തി, നിങ്ങളെ ഒറ്റപ്പെടുത്തി കളഞ്ഞില്ലേ, നിങ്ങൾ ഇന്ന് രാത്രി അതിനകത്തുനിന്ന് പുറത്തു പോവാം. അതിനകത്തുനിന്ന് പുറത്തു പോവാം. നിങ്ങളുടെ അകത്ത് ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ചിലരെ കുറ്റം പറഞ്ഞത്, നിങ്ങളെ ഒറ്റപ്പെടുത്തിയത്, നിങ്ങളുടെ ആത്മീയ കാര്യത്തെ ചോദ്യം ചെയ്തത്, ഇപ്പോഴും ക്ഷമിക്കാൻ കഴിയാതെ പോലെ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ചില മുറിവുകളുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അതിനെ എടുത്തുകള. ഇന്ന് രാത്രി കർത്താവിൽ പറയട്ടെ, ആ യോസഫ് ഒരു കാര്യം ചെയ്തു. ആ അടിമത്വത്തിന്റെ ലെവലിൽ നിന്ന് തന്നെ ചുരുക്കാൻ സമ്മതിക്കാതെ അടിമത്വത്തിന്റെ ചങ്ങല പൊട്ടിച്ചിട്ട് അവനകത്ത് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. അവനെ കർത്താവ് ഉയർത്തി മാനിച്ചെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ അവസ്ഥയ്ക്കൊത്തവണ്ണം ചുരുങ്ങിപ്പോകരുത്. നിങ്ങളുടെ സിറ്റുവേഷനിൽ ചുരുങ്ങരുത്. നിങ്ങളുടെ നാട്ടുകാരെല്ലാം കൂടെ നിങ്ങളെ ഒരുക്കി വെച്ചിരിക്കുന്ന കെണിക്കകത്ത് നിങ്ങൾ പെടരുത്. ഇന്ന് അതിനെ പൊട്ടിച്ചിട്ട് പറ, ഇല്ല, ഞാൻ ഇതിനകത്ത് ഒതുങ്ങിപ്പോകത്തില്ല, ഞാൻ ഈ സിറ്റുവേഷനിൽ ഒതുങ്ങിപ്പോകത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ചിലരുടെ മേൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം 8:32 പറയുന്ന പോലെ തന്നെ കർത്താവിന്റെ ആമേൻ സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് ഒഴുകുക. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ കർത്താവ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. അവരുടെ ഹൃദയത്തിനകത്ത് വലിയ ഫ്രീഡം ഒഴുകട്ടെ. അവരെ ചിലതിനകത്ത് പിശാച് തളച്ചിടാൻ നോക്കുമ്പോൾ അതിനെ പൊട്ടിച്ചു കളഞ്ഞ് കുതിക്കുന്നൊരു അഭിഷേകം നാഥ ഇപ്പോൾ തന്നെ അവരുടെ മേൽ അവിടുന്ന് പകർന്നിരിക്കുന്നതിനായി സ്തോത്രം. ജയത്തോടെ അവരെ നിർത്തിയിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നപ്പ. അവരുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ കൃപയെ സൂക്ഷിക്കണം യേശുവിന്റെ നാമത്തിൽ. അവരുടെ അകത്തുള്ള കർത്താവ് അവരുടെ അകത്ത് മറ്റുള്ളവരുടെ വാക്കുകൊണ്ട് വന്ന കയ്പ്, വെറുപ്പ്, ക്ഷമയില്ലായ്മ, ഭയം മാറട്ടെ, പ്രൈഡ് മാറട്ടെ, ആ ഭയങ്ങൾ കെട്ടുപൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഫ്രീഡം ഒഴുകട്ടെ കർത്താവ് അവരുടെ മേൽ. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. ജയാളികളെ നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. മഹത്വമെല്ലാം മറക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, 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 ആമേൻ.